ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബിയുടെ മഹത്വങ്ങൾ നമ്മൾ നേരത്തെ ചിലത് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ആവശ്യം കഴിച്ചിട്ട് ഏറെ ഒരു ദീനാറോ ദിർഹമോ രാത്രി വീട്ടിൽ സൂക്ഷിക്കാറേ ഇല്ല. അതെല്ലാം ധർമ്മം ചെയ്യുന്നതാണ്. وإن فضل شيء ولم يجد ما يؤتيه وفاجأه الليل لم يأوي إلى منزله. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി തങ്ങള് ആവശ്യത്തിലേറെ പൈസ കയ്യിൽ എത്തിയാൽ എന്നിട്ട് രാത്രി വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ആവശ്യക്കാർക്ക് അത് നൽകുന്നത് വരെ നബി തങ്ങൾ വീട്ടിലേക്ക് കയറാറില്ല. ആവശ്യത്തിലേറെയുള്ള പണം അവിടുന്ന് സ്വരൂപിച്ചു വെച്ചിട്ടില്ല എന്നർത്ഥം. ലാ യഖുദു മിമ്മാ ആതാഹുല്ലാഹു ഇല്ലാ ഖുതാമിഹി ഫഖദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു വർഷത്തെ ആവശ്യമായ ഭക്ഷണം അതിലേറെ അവിടുത്തെ കയ്യിലേക്ക് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബത്തിന് ഒരു വർഷം ആവശ്യമായ ഭക്ഷണ മറ്റു ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അവിടുന്ന് അത് കയ്യിൽ വെക്കാറില്ല. അത് ധർമ്മം ചെയ്യാറായിരുന്നു പതിവ്. കാരക്ക അതുപോലെ സൂക്ഷിക്കാൻ പറ്റുന്ന മറ്റു വസ്തുക്കള് ആവശ്യമായതല്ലാത്തതൊക്കെ ധർമ്മം ചെയ്യും. ലാ യസ്അലു ശൈഅൻ ഇല്ലാ അഅതാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തരാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ആരെന്ത് ചോദിച്ചാലും അവിടുന്ന് അതിൽ നിന്നും നൽകാതിരിക്കലില്ല. ഒരു സാധു എന്ന് കൈ നീട്ടിയാൽ ഇന്ന് തരുമെന്ന് ചോദിച്ചാൽ ഉള്ളതിനനുസരിച്ച് അവിടുന്ന് നൽകും. ഒന്നും നൽകാതെ തിരിഞ്ഞു കളയാറില്ല. അവിടുത്തെ കയ്യിലുള്ളത് തീർന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവിടുത്തെ കുടുംബത്തിന് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി മാറ്റിവെച്ച ധനത്തിൽ നിന്നും എടുത്തുകൊണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ നൽകുന്നത് കാരണം ആ വർഷത്തില് ചിലപ്പോൾ തികയാതെ വരാറുണ്ട്, സമ്പത്ത് തീർന്നു പോകാറുണ്ട്. ഇങ്ങനെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.